രണ്ട് കൂട്ടുകാർ പിക്നിക്കിന് പോയി. ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ് അവർ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കൂട്ടുകാരൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ആ ബാഗിലെ 2 ആപ്പിളുണ്ട്. അവൻ ആപ്പിൾ എടുത്തു, കത്തിയെടുത്തു. ആദ്യത്തെ ആപ്പിൾ എടുത്ത് മുറിച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ കൈനീട്ടി കഴിഞ്ഞപ്പോഴേക്കും മറ്റേ കൂട്ടുകാരൻ അത് വായിലേക്ക് വെച്ചു. രണ്ടാമത്തെ ആപ്പിളും അവനെടുത്തു, മുറിച്ചു. അതെനിക്കുള്ളതാണെന്ന് അവൻ ചിന്തിച്ചു, ഇപ്പൊ കിട്ടുമെന്ന് ചിന്തിച്ചു. കൈനീട്ടിയപ്പോഴേക്കും ആ ആപ്പിളിന്റെ കഷ്ണവും അവൻ വായിലേക്ക് വെച്ചു. നമ്മൾ പറയാറുള്ള അതേ വാക്ക് തന്നെ ആ കൂട്ടുകാരന് പറഞ്ഞു. പിണങ്ങിക്കൊണ്ട് ദേഷ്യം കൊണ്ട് പറഞ്ഞു, ശരിയാക്കി തരാട്ടാ, എനിക്കും കിട്ടൂട്ടോ അവസരം. നമുക്ക് വീട്ടിൽ പറയാറില്ലേ, ശരിയാക്കി തരാം. പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് മറ്റേ ആപ്പിൾ മുറിച്ച ഈ കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ്റെ മുമ്പിലേക്ക് ഒരു ആപ്പിൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് മധുരമുള്ളത്, നീ ഇത് കഴിച്ചു. മനസ്സിലാക്കാതെ ആരെയും വിധിക്കാതിരിക്കും. ആകാശത്തേക്ക് വെടിവെക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും എല്ലാം ശരിയാണെന്ന് നമ്മൾ ആരും വിശ്വസിക്കരുത്, ചിന്തിക്കരുത്. അതുകൊണ്ട് നമ്മൾ പിണങ്ങുന്നതിന് മുമ്പും വിധിക്കുന്നതിന് മുമ്പും കുടുംബത്തിലാകാം, ഭാര്യയോടാകാം, മക്കളോടാകാം, മാതാപിതാക്കളോടാകാം, മനസ്സിലാക്കിയിട്ട് വിധിക്കാനും പിണങ്ങാനും മനസ്സുണ്ടാകട്ടെ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ വിധിച്ചു കഴിഞ്ഞതിന് ശേഷം സത്യം മനസ്സിലാകുമ്പോൾ നമുക്കൊരു വേദന വരും. അവരെ ഓർത്ത് നമുക്കൊരു ദുഃഖം തോന്നും. അതില്ലാതിരിക്കാൻ വേണ്ടി വിധിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കാം, പിണങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.